Watch full episodes on Jio Hotstar. മിസ് സെക്യൂരിറ്റി, സ്റ്റുഡൻസ് ഗോൾഡൻ ഡിയറിന്റെ പിറകെ ഓടുന്നത് തടഞ്ഞു നിർത്തണം. ആ ഡിയറിന് പിറകെ ഓടുന്നത് ആരായാലും ശരി, അവർ പിന്നെ ഒരിക്കലും തിരിച്ചു വരാറില്ല. ഗോൾഡൻ ഡിയറോ? രുദ്ര, എന്തു പറ്റി? ഒന്നുമില്ല മാഡം കാനുങ്കോ. ഹാവ് എ ഗ്രേറ്റ് ഡേ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മാഡം കാനുങ്കു. പക്ഷേ ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും ഞാൻ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? വളരെ പ്രയാസം പിടിച്ച പണിയാ. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം. രുദ്ര, ബോൾ വെള്ളത്തിൽ വീണു. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഷെടാ, ഇതെന്താ സാധനം? ഈ ബോൾ എങ്ങനെ വെള്ളത്തിനകത്തോട് പോയത്? ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. രുദ്ര, ഇത്രയും സമയം എന്ത് ചെയ്യുകയാ? അറിയില്ല. കൂട്ടുകാരെ, അങ്ങോട്ട് നോക്ക്. എത്ര മനോഹരമായ മാൻകുട്ടിയാണല്ലേ? കൂട്ടുകാരെ, ഇത്രയും മനോഹരമായ മാൻകുട്ടി വീണ്ടും കാണാൻ കിട്ടില്ല. വരൂ, നമുക്ക് അതിനോടൊപ്പം ചെന്ന് ഒരു സെൽഫി എടുക്കാം. വരൂ. ഇതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. അങ്ങോട്ട് പോകരുത്, പോകരുത്. സാൻഡി, ഇന്നാ പിടിച്ച ബോൾ. ഷെടാ, ഇതെല്ലാരും എവിടെ പോയി? സാൻഡി, നിനക്കറിയാവോ എല്ലാരും എവിടെ പോയെന്ന്? ദേ, അവരൊക്കെ അവിടെ. ഗോൾഡൻ ഡിയർ, ഗോൾഡൻ ഡിയർ. ഗോൾഡൻ ഡിയർ? മിസ് സെക്യൂരിറ്റി, സ്റ്റുഡൻസ് ഗോൾഡൻ ഡിയറിന്റെ പിറകെ ഓടുന്നത് തടഞ്ഞു നിർത്തണം. ആ ഡിയറിന് പിറകെ ഓടുന്നത് ആരായാലും ശരി, അവർ പിന്നെ ഒരിക്കലും തിരിച്ചു വരാറില്ല. നിൽക്കൂ. രുദ്ര, നീ എന്തിനാ ഞങ്ങളെല്ലാരും തടഞ്ഞു നിർത്തിയത്? എത്ര ഭംഗിയുള്ള ഡിയർ ആയിരുന്നു. ഞങ്ങൾക്ക് അതിന്റെ ഒപ്പം ഒരു സെൽഫി എടുക്കണമായിരുന്നു. നീ വരുണിനെയും മൈറയെയും പോവാൻ അനുവദിച്ചു, ഞങ്ങളെ മാത്രം തടഞ്ഞു നിർത്തി. ആ ഡിയർ ഒരു ട്രാപ്പാണ്. നിങ്ങൾ തിരിച്ചു പോയിക്കോ. എനിക്കിപ്പോ മൈറ വരുണിന്റെ പുറകെ പോകണം. ദേ, അങ്ങോട്ട് നോക്ക്, അവിടെയുണ്ട്. നിൽക്കൂ, നിൽക്കൂ. രുദ്ര, നീയോ? നീ ഇങ്ങോട്ട് വരാൻ ഒരല്പം ലേറ്റായി പോയി. ഞങ്ങളൊരു വളരെ സുന്ദരമായ ഗോൾഡൻ ഡിയറിനെ കണ്ടു. എനിക്കതൊക്കെ അറിയാം മൈറ. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ പുറകെ പോകാതിരുന്ന് തടക്കാൻ വന്നേ. കം ഓൺ, ലെറ്റ്സ് ഗോ ബാക്ക്. തിരിച്ചു പോകാനോ? അത് എന്തിനാണ് രുദ്ര? ഇത്ര ദൂരം വന്നതല്ലേ, ഡിയറിനോടൊപ്പം ഒരു സെൽഫി എടുത്തിട്ട് പോയേക്കാന്നേ. ഞാൻ മാഡം കാനുങ്കോമെ സെക്യൂരിറ്റിയോട് സംസാരിക്കുന്നത് കേട്ടതായിരുന്നു. ആ ഡിയർ ജനങ്ങളെ കൊടുക്കാനായിട്ടുള്ള ഒരു ട്രാപ്പാണെന്ന്. ഞാൻ കരുതിയത് സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഇങ്ങോട്ട് വരുമെന്നാണ്.
പക്ഷേ നിങ്ങൾ 3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാധിക്കുക? വിചാരിക്കുന്നത് സാധിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് പറഞ്ഞു തരാം. ഒരു ദിവസം ഈ ഐലൻഡ് ഞാൻ ഡിസ്കവർ ചെയ്തു. എനിക്കിത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആകാമെന്ന്. പക്ഷെ ഇവിടെ താമസിക്കാൻ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ധാന്യങ്ങൾ, ഭക്ഷണം എല്ലാറ്റിന്റെയും ആവശ്യമുണ്ട്. ഗോൾഡൻ ഡീറിൽ കൂടി ഞാൻ എല്ലാ ആൾക്കാരെയും ഇങ്ങോട്ട് ആകർഷിച്ച് ട്രാപ്പിലാക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ അവരെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും. ആരെങ്കിലും ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരിക്കലും തിരിച്ചു പോകാനാവില്ല. നിങ്ങൾക്കും പോകാൻ പറ്റില്ല. ഞങ്ങളെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. നിനക്കും ആവില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. എങ്കിൽ ശരി, ചെല്ലേ, പോകാനത് ശ്രമിച്ചു നോക്ക്. രുദ്ര, this is something mysterious. നിങ്ങൾ എവിടെ പോയാലും ശരി, എന്നെ മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. നമ്മൾ ഐലൻഡിലെ സ്റ്റാർട്ടിങ്ങിൽ നിന്നോണ്ടിരുന്നത്, പക്ഷേ ഇവിടെ ഇപ്പൊ മൊത്തം വെറും കാടാണല്ലോ. ഹലോ കിഡ്സ്, ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരിക്കലും തിരിച്ചു പോകാനാവില്ല എന്ന്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ആകെ ബോറടിച്ചു പോയി. വരൂ, നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റിൽ ഏർപ്പെടാം. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതിനുത്തരം പറയുകയാണെങ്കിൽ ഡിയറിനെ കണ്ടെത്താനുള്ള വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. അങ്ങനെ നിങ്ങൾ ആ ഡിയറിനെ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടേക്കാം. ഞങ്ങൾ ഡിയറിനെ തേടി കണ്ടെത്താൻ ഏതൊരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. വരൂ രുദ്ര, നമുക്കതിനെ തേടി കണ്ടെത്താം. ചെല്ലേ, പോയി അന്വേഷിക്കേ. മുന്നോട്ട് പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ അങ്ങ് പോയാലേ പിന്നെ എനിക്ക് എന്താണ് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ളത്? ആ പറയേ. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? രുദ്ര, അല്ലെങ്കിൽ തന്നെ നിനക്കിവിടെ കണ്ണടച്ചു പോലും വഴി കണ്ടെത്താൻ പറ്റുന്നതാണ്. ഒന്ന് ശ്രമിച്ചു നോക്ക്. പക്ഷേ അതിനൊക്കെ മുൻപായിട്ട് നീ എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നേ പറ്റൂ. ശരിയായ ഉത്തരം പറഞ്ഞാൽ നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തീർച്ചയായും കിട്ടും. അഥവാ പറഞ്ഞില്ലെങ്കിൽ നീയൊക്കെ എന്റെ തൊഴിലാളികളായി മാറുകയും ചെയ്യും. ഇവിടുത്തെ ജോലികൾ മൊത്തം ചെയ്യണം. ഓക്കെ, ചോദിക്കേ. അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കാം. നിന്റെ സ്കൂളിൽ മൊത്തം എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 1160. അതെനിക്കറിയില്ലല്ലോ. നീ എങ്ങനെയാ അറിഞ്ഞത്? അവനതൊന്നും അറിയില്ലെന്നേ. വെറുതെ വായിക്കൊന്ന് തട്ടിവിട്ടതാ. ഞാൻ സത്യമാണെന്ന് വിചാരിച്ചു. ഇന്റലിജന്റ് ബോയ്, നീ എന്റെ അടുത്തേക്ക് വാ. തെറ്റായ ഉത്തരം. നിനക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ലേ? തെറ്റായ ഉത്തരം ശരിയായി മാറില്ലല്ലോ. ഇടച്ചേക്ക. നീ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത്? അതുപോലത്തെ പല സ്കൂളുകളിൽ ഞാൻ പ്രിൻസിപ്പളായിരുന്ന ആളാണ്. നീ എന്റെ കൂട്ടുകാരനെ തല്ലിയല്ലേ? നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അന്തർ മന്തർ കാലി കലന്തർ. ആരാണോ എന്റെ ഫ്രണ്ടിനെ തല്ലിയത് നീയും അവനെ 10 പ്രാവശ്യം പിടിക്ക്. മൈര, താങ്ക് യു. ഒരു ദിവസം ഞാനും ഇതുപോലെ എണ്ണി എണ്ണി പകരം ചോദിക്കും. മൈന, വെറും ശാന്തമായിട്ടിരിക്കേ. എനിക്ക് ആലോചിക്കാൻ സമയം എന്താ?
മിസ് സെക്യൂരിറ്റി, സ്റ്റുഡൻസ് ഗോൾഡൻ ഡിയറിന്റെ പിറകെ ഓടുന്നത് തടഞ്ഞു നിർത്തണം. ആ ഡിയറിന് പിറകെ ഓടുന്നത് ആരായാലും ശരി, അവർ പിന്നെ ഒരിക്കലും തിരിച്ചു വരാറില്ല. ആ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മേഡം കാനുങ്കു. പക്ഷേ 700 കുട്ടികളെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? 700 കുട്ടികൾ. സ്കൂളിൽ ടോട്ടലായിട്ട് 700 പിള്ളേരുണ്ട്. വൗ! ശരിയായ ഉത്തരം. നിങ്ങളുടെ സ്കൂളിൽ മൊത്തം 700 കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും ഇവിടെ നിന്ന് പോകാം. പക്ഷേ നിങ്ങളുടെ കൈവശം വഴി തേടി കണ്ടുപിടിക്കാനായിട്ട് ആകെ 30 സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ബൈ ബൈ. രുദ്ര, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ചീറ്റർ മജീഷ്യൻ കാരണം നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. ചിൽ മൈറ, മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നങ്ങൾ എത്ര വലുതായാലും ശരി, മനസ്സ് അത്രയും ശാന്തമായിട്ടിരിക്കണം. വേണമെങ്കിൽ നിനക്ക് നിന്റെ കണ്ണടച്ചു പോലും വഴി തേടി കണ്ടുപിടിക്കാവുന്നതാണ്. മൈറ, വരുൺ, എനിക്ക് വഴി കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ കണ്ണടച്ചോ, എന്നിട്ട് നേരെ കാണുന്ന ബാനിയൻ ട്രീയുടെ ട്രങ്കിലോട്ട് ചാടിക്കോ. എന്തോന്ന്? കണ്ണടച്ചോണ്ട് എടുത്ത് ചാടാനോ? വേഗം രണ്ടുപേരും കണ്ണടയ്ക്ക്, എന്നിട്ട് നേരെ വന്ന് ചാടിക്കോ. വരുൺ, ഡു ഇറ്റ്. മരത്തില് വാതിലുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ശത്രു എത്ര സ്ട്രോങ് ആയാലും ശരി, എന്തെങ്കിലും ഒരു തെറ്റ് അവൻ തീർച്ചയായിട്ടും ചെയ്യും. സ്നേക് മജീഷ്യൻ പറഞ്ഞില്ലേ, ഇവിടെ കണ്ണടച്ച് വേണം നമ്മളെല്ലാരും വഴി തേടണമെന്ന്. ഞാനും അത് തന്നെയാ ട്രൈ ചെയ്തത്. പിന്നെ ഞാൻ അവിടുത്തെ കതവും കണ്ടുപിടിച്ച്. അങ്ങോട്ട് നോക്ക്. നീയോ? ഇപ്പോൾ 2 തല പാമ്പോടെയാണല്ലോ നീ വന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ഇന്റലിജന്റ് കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട് എനിക്കും എക്സ്ട്രാ പവറിന്റെ ആവശ്യമുണ്ടായി. എന്റെ മിസ്റ്റീരിയസ് ഐലൻഡിൽ ഇതുവരെയായിട്ട് ആർക്കും വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ 3 പേരും അത് തേടി കണ്ടുപിടിച്ചു കഴിഞ്ഞു. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇപ്പൊ നീ സമ്മതിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ ഒന്നിനെ ഞങ്ങളെ പോകാൻ അനുവദിക്കാത്തെ? ഇല്ല മോനെ, അത്ര പെട്ടെന്നൊന്നും ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിട്ടയക്കില്ല. അതിനു മുൻപ് നീ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നേ മതിയാകൂ. ചോദ്യം ചോദ്യം ചോദ്യം, ഭ്രാന്ത് പിടിക്കുന്നു. നിങ്ങൾ ചോദിച്ച് ഈ കളി ഒന്ന് അവസാനിപ്പിക്കേ. നീ എന്തിനാണ് ഇത്രയ്ക്കും ടെൻഷൻ ആകുന്നത് ചെക്കാ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യൻ കാരണമാണ്, ഞാൻ പ്രകാശിക്കുന്നത് ഞാൻ കാരണമാണ്. അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ എത്രയുണ്ട്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ വീട്ടിൽ പോകാം. ഇത് വളരെ പ്രശ്നം പിടിച്ചൊരു ചോദ്യമാണല്ലോ. വരുൺ, ഇക്കാര്യത്തിൽ നിനക്ക് ഒരു ഉത്തരവും കണ്ടെത്താനാവില്ല. എനിക്കറിയാം, ആർക്കാണോ പ്രകാശിക്കാൻ സൂര്യന്റെ ആവശ്യമില്ലാത്തത്, അതാണ് സ്റ്റാർസ്. അത് സ്വന്തം ഹീറ്റ് കാരണമാണ് പ്രകാശിക്കുന്നത്, സൂര്യനെ പോലെ തന്നെ. അതിന്റെ എണ്ണമൊക്കെ 200 ട്രില്യൺ ബില്യൺ ആണ്. സ്മാർട്ട്, വെരി സ്മാർട്ട്. സ്റ്റാർസിനെ കുറിച്ച് കൃത്യമായ ഒരു എണ്ണം ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ പൊതുവെ പറഞ്ഞിട്ടുള്ളത് 200 ബില്യൺ ട്രില്യൺ എന്നാണ്. ചെല്ലേ, പോയ ഡിയറിനെ അന്വേഷിക്കേ. ആദ്യം കണ്ണടയ്ക്ക്, നമുക്ക് തന്നെ തന്നെ വഴി കിട്ടും. ഈ ഐലൻഡിൽ കണ്ണടച്ച് വേണം വഴി കണ്ടുപിടിക്കാൻ. വരുൺ, എല്ലാ മരത്തിലും അങ്ങനെ വഴിയൊന്നുമില്ല. നമുക്ക് കണ്ണടച്ച് നല്ല ഫോക്കസ് ചെയ്യണം.
യെസ് രുദ്ര യെസ്. മുന്നോട്ട് പോകാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. Ibaiska Sibaiska Magical Net Creato. സോറി ഡിയർ, പക്ഷെ കുറച്ചു നേരത്തിന് നീ നെറ്റിനകത്ത് തന്നെ കിടക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നീ 3 സ്നേക്ക് ഹെഡോടൊപ്പം വന്നോ? ഇനിയും നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇനി നീ എത്ര ഹെഡ് വെച്ചാലും ശരി, ഞങ്ങൾ അത് കണ്ട് പേടിക്കാൻ പോകുന്നില്ല. അതെനിക്ക് മനസ്സിലായി. മറ്റൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. നിങ്ങൾ 3 പേരും എനിക്ക് വളരെയധികം സഹായകരമായിരിക്കും. നിനക്ക് സഹായമാവുമെന്നോ? പിന്നെ നീ പറഞ്ഞത് ഞങ്ങൾ ഡിയറിനെ തേടി കണ്ടെത്തിയാൽ ഞങ്ങളെ വിട്ടേക്കുന്നല്ലോ നീ പറഞ്ഞത്. നിങ്ങളൊക്കെ ശരിക്കും പഞ്ചപാവങ്ങളാണ്. ഞാൻ വെറുതെ ഒരു കള്ളം തട്ടിവിട്ടതാണ്. നിങ്ങളെ കളിപ്പിച്ചിട്ട് ഞാൻ എൻജോയ് ചെയ്യുകയായിരുന്നു. ഞാൻ ഒരു കാര്യം കാണാൻ ആഗ്രഹിച്ചു. നിങ്ങൾ ശരിക്കും വഴി തേടി കണ്ടുപിടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ നിങ്ങളെല്ലാവരും ഭയങ്കര ഫാസ്റ്റ് ആണ്, ഭയങ്കര ഇന്റലിജന്റുമാണ്. ഈ മിസ്റ്റീരിയസ് ഐലൻഡിൽ ഇതുവരെ ആരും കണ്ണു തുറന്ന് വഴി കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ 3 പേരും കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. നീ പറഞ്ഞത് കള്ളമാണല്ലേ? പക്ഷെ രുദ്ര ഒരിക്കലും കള്ളം പറയത്തില്ല. രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സ്നേക്ക് പോയ്സൺ ബ്ലോക്ക് ചെയ്യൂ. കൊള്ളാം, കലക്കി രുദ്ര. അങ്ങനെ തന്നെ, അവനെ വിടരുത്. അങ്ങനെ തന്നെ. അടിക്കവനെ. രുദ്ര! വളരെ ബ്രില്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് ദാ അവിടെ ചമ്മന്തിയായി കാണും. ഇപ്പോ ഇനി നിങ്ങളുടെ കാര്യം എന്തായി? Ibaiska Sibaiska Boom Chick Chick Boom.
എന്നെ പുറത്തിറക്കി ഇവിടെ, എന്നെ പുറത്തിറക്ക്, ഒന്ന് പുറത്തിറക്ക്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ. ഞാൻ ഇവിടുന്ന് തനിച്ചു പോകത്തില്ല. ആദ്യം നീ ഇവിടെ ഉള്ളവരെല്ലാരെയും വീട്ടിലൂടെ അയക്ക്. ഇവരെല്ലാവരും എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. കണ്ടില്ലേ, ഞാൻ എല്ലാവരെയും തിരിച്ചയച്ചു. ഇനിയെങ്കിലും എന്നെ പുറത്തിറക്ക്. എനിക്ക് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഞങ്ങൾ ഈ ഗോൾഡൻ ഡിയറിനെ ഞങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്ത് വേണമെങ്കിലും കൊണ്ടുവയ്ക്കോളൂ, കൊണ്ടുവയ്ക്കോ. അതുപോലെ എന്നെയും പോകാൻ അനുവദിക്ക്. യൂണിക്കോൺ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ സെൻസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനിയും ഇവിടെ ഒരു അപകടമില്ലെന്ന് സെൻസ് ചെയ്തല്ലേ യൂണിക്കോൺ? ഇനി ഈ ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഡിയർ നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള ജംഗിളില് എല്ലാ ആനിമൽസുമായിട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ. ബൈ രുദ്ര, ഞാനും പോകുവാണ്. പ്രിൻസിപ്പൽ മാഡം, ഈ സ്കൂളിലെ മാസ്റ്റർ ആകാൻ നിങ്ങൾക്ക് ചാൻസ് തന്നതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. മാജിക്കും ടെക്നോളജിയും ഒന്നിച്ചു ചേർത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും പറഞ്ഞു കൊടുക്കുന്നതാണ്. സോ നൈസ്, വെരി ഗുഡ്. നിങ്ങൾ ടെക്നോളജിയെയും മാജിക്കിനെയും മിക്സ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കുട്ടികളെ സഹായിക്കും. വെൽക്കം സർ, ഞങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിന് ഞാൻ മാഡത്തിനോട് നന്ദി പറയുന്നു. ഓ മാഡം കാനോൻകോ, ഞാൻ ഇവിടുത്തെ തുടക്കം ഒരു വ്യത്യസ്തമായ പ്രോജക്റ്റിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് മാഡത്തിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും. എന്റെ ആഗ്രഹം ഇതാണ്, പുതിയ മാജിക്കൽ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇവിടുത്തെ എല്ലാ ടീച്ചർമാരുടെയും കുട്ടികളുടെയും ബാക്കപ്പ് ഞാൻ എന്റെ ലാപ്ടോപ്പിൽ ഫീഡ് ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ബാക്കപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് റിയൽ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാഡം സ്ട്രേറ്റ് ആയിരുന്നുള്ളൂ, ഞാൻ തുടങ്ങട്ടെ. ഇനി മാഡം ലാപ്ടോപ്പിലേക്ക് വരാൻ പോവുകയാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? അഥവാ ഞാൻ ആ ലാപ്ടോപ്പിനകത്തേക്ക് ചെന്നാൽ പിന്നെ എനിക്ക് എങ്ങനെ പുറത്തേക്ക് വരാൻ കഴിയും? Don't disturb. ഒരു പ്രാവശ്യം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാം. അല്ല, ഇയാൾ എന്നെ തടവിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ല, നിർത്തൂ, ഞാൻ അകത്തേക്ക് ഒരിക്കലും പോവില്ല. ഇനി നിന്റെ ജീവിതം ഈ ലാപ്ടോപ്പിനകത്തായിരിക്കും. ഞാനായിരിക്കും ഇനി ഇവിടുത്തെ പ്രിൻസിപ്പൽ. ആരെങ്കിലും ഇവനെ തടഞ്ഞു നിർത്ത്. ഇല്ല, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവനെന്നെ ലാപ്ടോപ്പിനകത്തേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ്. ഹലോ ഹലോ, താൻ എന്താടാ ഈ ചെയ്യുന്നേ? ആരെങ്കിലും ഇവനെ ഒന്ന് തടഞ്ഞു നിർത്ത്. ഇല്ല,
രുദ്ര മാഡം കാണുകോ, എന്താണ് ഇതൊക്കെ? രുദ്ര എന്നെ രക്ഷിക്ക്. ഇയാൾ ഒരു പുതിയ ടീച്ചറാ. എന്തൊക്കെയോ ടെക്നോളജി പഠിച്ചുകൊണ്ട് വന്നിരിക്കുക. എല്ലാ ടീച്ചേഴ്സിന്റെ ബാക്കപ്പ് എടുക്കാനായിട്ട് അവരെ എല്ലാം ലാപ്ടോപ്പിനകത്തേക്ക് ആക്കാൻ ശ്രമിക്കുക. എന്നെ രക്ഷിക്ക്. രുദ്ര, നിനക്ക് ഇവരെ രക്ഷിക്കാനാവില്ല. അഥവാ നീ ശ്രമിച്ചാലും അതെല്ലാം വേസ്റ്റ് ആയി പോകുകയുള്ളൂ. മജീഷ്യന്റെ മുന്നിൽ എല്ലാവരും പാവങ്ങളാണ്. രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇവനാള് ചെറുതാണെങ്കിലും നല്ലപോലെ കളിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇതിനകത്താക്കാൻ പോവുകയാണ്. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കൂ. രുദ്ര, ഞങ്ങളെ രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ഞങ്ങളെ രക്ഷിക്കൂ. എല്ലാരും വേഗം സ്ഥലം വിട്. പെട്ടെന്ന് ഓടിക്കോ, വേഗം. നീ എവിടം വരെ ഓടും രുദ്ര? ഐ ആം കമ്മിങ് ഫോർ യു. ഇനി നമ്മൾ എന്ത് ചെയ്യും രുദ്ര? അവൻ ഒരുപാട് കുട്ടികളെയും ടീച്ചേഴ്സിനെയും ആ ലാപ്ടോപ്പിനകത്താക്കിയിരിക്കുകയാണ്. മാഡം കാണുങ്കോ, നിങ്ങൾ വിഷമിക്കാതിരിക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. രുദ്ര, ഞങ്ങളെ രക്ഷിക്കൂ. രുദ്ര, ഞങ്ങളെ രക്ഷിക്കൂ, രക്ഷിക്കൂ. രുദ്ര, ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളെ രക്ഷിക്കൂ. രുദ്ര, ഞങ്ങളെ രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. ഞങ്ങളെ രക്ഷിക്കൂ. സഹായിക്കേ, ഞങ്ങളെ സഹായിക്കേ. ഇനി നിനക്ക് ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റർ ടെക്നോ മജീഷ്യൻ, നിങ്ങൾ ഇവിടെ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ലാപ്ടോപ്പിൽ കിടക്കുന്ന എന്റെ ടീച്ചേഴ്സിനെയും കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല. ടെക്നോ മജീഷ്യന്റെ മുന്നിൽ നിങ്ങൾ എല്ലാവരും ഫെയിൽ ആയിരിക്കുകയാണ്. നീയും തോറ്റു രുദ്ര. അവൻ എങ്ങോട്ടാ പോയേ? ഇങ്ങോട്ടാ പോയത്? രക്ഷിക്കൂ. ഞങ്ങളെ രക്ഷിക്കൂ. എല്ലാരും മുന്നോട്ട് ഓടിക്കോ, അല്ലെങ്കിൽ അവൻ വീണ്ടും തിരിച്ചു വരും. എല്ലാരും ഓടി രക്ഷപ്പെട്. എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ടെക്നോ മജീഷ്യന്റെ മുന്നിൽ എല്ലാവരും ഫെയിലാണ്. ഇനി ഈ ലാപ്ടോപ്പാണ് നിങ്ങളുടെയൊക്കെ ജയിൽ. ഞാൻ അവന്റെ ലാപ്ടോപ്പ് തകർത്ത് തരിപ്പണമാക്കും. അന്തർ മന്തർ കാലി കലന്തർ ചൂ. മൈര, അല്ല, ഞാനിത് എന്തായി ചെയ്തത്? സോറി, സോറി വരുൺ, വരുൺ, സോറി വരുൺ. മൈര, ഡോണ്ട് വറി, നമുക്ക് എല്ലാരെയും രക്ഷിക്കാം. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ.
ഓടി ഓടി നിങ്ങൾ തളർന്ന് അവശരാകും. അവസാനം എന്റെ ലാപ്ടോപ്പിലേക്ക് വന്നേ മതിയാകൂ. എന്റെ ലാപ്ടോപ്പ് എന്റെ ലാപ്ടോപ്പ് എന്റെ ലാപ്ടോപ്പ് തരൂ, എന്റെ ലാപ്ടോപ്പ് തരൂ, എന്റെ ലാപ്ടോപ്പ്. നിങ്ങൾ എല്ലാവരും ലൈബ്രറി ബുക്ക് തേടിക്കൊണ്ടിരിക്കുക. ചെക്ക് ചെയ്യ്, ടെക്നോ മജീഷ്യനെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്ക്. ആ, ആം. ആ, ആ, ഉം. ആ, ആ, ഉം, ഉം. സോറി രുദ്ര, ഞാൻ ആ മജീഷ്യനെ എന്തിനായി സ്കൂളിലെ എംപ്ലോയി ആക്കിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാം തെറ്റായി പോയി. ഡോണ്ട് വറി മാഡം കാനുങ്കോ, എല്ലാം ശരിയാക്കിയോളും. അല്ല, നീ എന്താ വിചാരിച്ചത്? എന്റെ ലാപ്ടോപ്പ് തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് വിചാരിച്ചോ? ഇല്ല, എന്റെ കൈവശം ടാബ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഉണ്ട്. അങ്ങനെ ആവശ്യമുള്ള നേരത്തെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാരും ഒന്നിച്ച് അവനെ അറ്റാക്ക് ചെയ്യേ. ഹലോ എവരിബഡി. നിങ്ങൾ എന്റെ ലാപ്ടോപ്പ് എടുത്താൽ എന്താ, എനിക്ക് അതിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിച്ചോ? ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നു ഡാറ്റ ട്രാൻസ്ഫർ. ഹലോ, എനിക്ക് ഈ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. രുദ്ര, വേഗം എന്തെങ്കിലും ചെയ്യേ. രുദ്ര, ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രുദ്ര, വേഗം എന്തെങ്കിലും ചെയ്യേ. രുദ്ര, രുദ്ര, ഡേറ്റ മൊത്തം ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. നീ ഇങ്ങോട്ടൊന്ന് നോക്ക്. ബൈ ബൈ. മാഡം കാനുങ്കോ, നമ്മളിവനെ അത്തരം ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. അവിടെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റും പാടില്ല. എല്ലാരെയും പെട്ടെന്ന് പുറത്തോട്ട് കൊണ്ടുപോയിക്കോ, വേഗം. രുദ്ര, നീ പറഞ്ഞത് ശരിയാണ്. വരൂ. ടെക്നോ മജീഷ്യന്റെ മുന്നിൽ എല്ലാവരുടെ ഐഡിയ ഫെയിൽ ആയി പോകും. ഇനി ഈ ലാപ്ടോപ്പാണ് നിങ്ങളുടെ ജയിൽ. എല്ലാരും വേഗം പുറത്തേക്ക് ചെല്ല്. സ്കൂൾ വിട്ട് പുറത്തു പോ. ചെല്ല് ചെല്ല്, എല്ലാരും ചെല്ല്. ഗ്രൗണ്ടിലേക്ക് ചെല്ല്. എല്ലാരും വേഗം സ്കൂളിന് പുറത്തേക്ക് ചെല്ല്.
അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? വളരെ നല്ല കാര്യം. എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ. അതുകൊണ്ട് എനിക്കിനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എനിക്കിനി എല്ലാവരെയും ഒന്നിച്ച് അറ്റാക്ക് ചെയ്ത് അകത്താക്കാൻ പറ്റും. മാഡം കാനുങ്കു, എനിക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് എനിക്ക് അവന്റെ അടുത്തോട്ട് ചെല്ലണം. ഇത് കേൾക്ക്. കമോൺ ടീച്ചേഴ്സ്, ഇത് നമ്മുടെ സർവൈവലിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും ഒന്നിച്ച് ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യാം. ഇപ്പൊ കാണിച്ചു തരാം. ധൈര്യമുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ അറ്റാക്ക് ചെയ്യേ. ഇവിടെ ഒരു ഗാഡ്ജറ്റും ഇല്ല. ആണോ? നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? ഇവിടെ ഒരു ഗാഡ്ജറ്റും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ലാപ്ടോപ്പ് ഞാൻ ഇവിടെ കൊണ്ടുവരും. മാഡം കാനുങ്കോ, ഒരു ലാപ്ടോപ്പ് പോലും മുകളിലോട്ട് വരരുത്. എല്ലാം തട്ടി തകർത്തേക്ക്. കമോൺ ടീച്ചേഴ്സ്. നീ എന്താ വിചാരിച്ചേ? അത്ര എളുപ്പത്തിൽ എന്നെ അങ്ങ് തോൽപ്പിക്കാമെന്ന് നീ കരുതിയോ? അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഇപ്പൊ കണ്ടോ? Bye bye. രുദ്ര, ഈ സ്പെഷ്യൽ ലാപ്ടോപ്പ് ഞാൻ നിനക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. നിന്റെ ബാക്കപ്പ് ഞാൻ ഇതിനകത്ത് ഫീഡ് ചെയ്യാൻ പോവുകയാണ്. രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെ എന്റെ മന്ത്രം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്റെ കൈ ഓപ്പൺ ചെയ്താലേ പറ്റത്തുള്ളൂ. ഫോക്കസ് ആൻഡ് ബിലീവ്, ഫോക്കസ് ആൻഡ് ബിലീവ്, ഫോക്കസ് ആൻഡ് ബിലീവ്, ഫോക്കസ് ആൻഡ് ബിലീവ്. ഒരുപക്ഷെ ഞാനൊരു വൈറസ് ആ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്താൽ അതോടെ ഞാൻ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. രുദ്ര, നീ ഒരു കുട്ടിയാണ്, അത് നീ മനസ്സിലാക്ക്. രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്.
Ibaiska, Sibaiska, boom, chick, chick, boom. എന്നെ പുറത്തിറക്ക്. ടെക്നോ മജീഷ്യൻ, ഞാൻ നിനക്ക് വളരെ കഠിനമായ ശിക്ഷ തരും. നീ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കൊണ്ടുപോകൂ ഇതിനിവിടുന്ന്. രുദ്ര, താങ്ക് യു വെരി മച്ച്. നീ എല്ലാവരെയും രക്ഷിച്ചു. രുദ്ര വിജയിക്കട്ടെ, രുദ്ര വിജയിക്കട്ടെ, രുദ്ര വിജയിക്കട്ടെ, രുദ്ര. അപ്പോ ഷാക്കാൽ, മാഡം കാനുങ്കോ കംപ്ലൈന്റ് ചെയ്തത് കൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവര് പറഞ്ഞിട്ടുള്ളത് നീ തുടർന്ന് രുദ്രയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അത് കാരണം സ്കൂളിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സ്കൂളിലെ ശാന്തത നീ നശിപ്പിക്കുകയാണ്, പഠിത്തവും ഡിസ്റ്റർബ് ആവുകയാണ്. അവര് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ നിന്റെ മാജിക്കൽ പവേഴ്സ് എല്ലാം തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഓ, എന്താ? വേണ്ട 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 വേണ്ട. സർ മജസ്റ്റിക്കോ, താങ്കൾ ഇത് എന്താണ് ഈ പറയുന്നത്? വേണ്ട 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 വേണ്ട. രുദ്രയുടെ കാര്യം പറഞ്ഞാൽ ആള് മാത്രമേ ഉള്ളൂ ചെറുത്. അവൻ ചെയ്യുന്ന കള്ളത്തരമൊന്നും ആരും അറിയുന്നില്ല. അവനാണെങ്കിൽ പല കാര്യങ്ങളും ഒപ്പിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരുത്തനെ എനിക്ക് എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും? ഇതെല്ലാം എനിക്കെതിരെ ഉണ്ടാക്കിയെടുത്ത ചതികളാണ്. ആ ജയ്സിംഗ് ചൗഹാൻ എന്റെ കാൽ സിറ്റിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് എന്നെ അകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൈവശം ഒരു ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നീ ഞങ്ങളെ എത്ര പ്രാവശ്യം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കള്ളമാണ്, ഇതെല്ലാം കള്ളമാണ്. ഞാൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. അതെന്റെ സഹോദരി ഷക്ലീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു സഹോദരന് സ്വന്തം സഹോദരിയെ ചെന്ന് കാണാനുള്ള അനുവാദമില്ലേ? ഞാൻ എന്റെ അനന്തരവൻ ജെന്നി ജോഡിയെ കാണാൻ വേണ്ടിയാണ് പോയത്. ഒരു അമ്മാവന് സ്വന്തം അനന്തരവളെ കാണാനുള്ള അനുവാദമില്ലേ? എപ്പോഴൊക്കെ ഞാൻ അവരെ കാണാൻ ചെല്ലുന്നുവോ അപ്പോഴൊക്കെ രുദ്ര എന്റെ നേരെ തെറ്റായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണെങ്കിൽ ഞാൻ എന്റെ സഹോദരിയെ കാണാൻ ഇനി പോകുന്നതേ ഇല്ല. ഒരു അമ്മാവൻ സ്വന്തം അനന്തരവളെ കാണാൻ പോകുന്നില്ല. നല്ല വിഷമമുണ്ട്. എങ്കിൽ ഇനി ഒരിക്കലും ഞാൻ അവരെ കാണാൻ പോകില്ല. ഇന്നു മുതൽ ഞാൻ ആ സ്കൂളിലേക്കും പോകുകയില്ല. ഞാൻ അവരെ കാണാൻ പോകുന്നില്ല. നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും ആക്ടിംഗ് കോമ്പറ്റീഷൻ നടന്നാൽ അപ്പോൾ ഷാക്കാലിനെ പറഞ്ഞേച്ചേക്കാം. ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൊണ്ട് വരും. നിങ്ങൾ ആരാ? രക്ഷിക്കണേ! ആരെങ്കിലും രക്ഷിക്കൂ. രക്ഷിക്കണേ!
ഓടിക്കോ, ഓടിക്കോ. വരൂ രുദ്ര, വരൂ. ഞാൻ കേട്ടിരുന്നു നീ വളരെ ഫാസ്റ്റ് ആണെന്ന്, അതുപോലെ ഇന്റലിജന്റും ആണ്. പക്ഷേ ഞാൻ സ്വയം ചിന്തിച്ചിരുന്നത് ഫാസ്റ്റ് ആണെന്നും എല്ലാവരെക്കാളും ഇന്റലിജന്റ് ആണെന്നുമായിരുന്നു. ശരി, എങ്കിൽ നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും ഇന്റലിജന്റ് എന്നും വേഗത കൂടിയ ആളെന്നും. ഓക്കെ, ഇന്ന് നിന്റെ പരീക്ഷ നടക്കുന്ന ദിവസമാണ്. നീ ആരാ? എനിക്കൊരു പരീക്ഷയും വേണ്ട. ഓക്കെ, നീയാണ് ഏറ്റവും വലിയ ഇന്റലിജന്റ്. മാഡം കാനുങ്കോയെ തിരിച്ചു കൊണ്ടുവാ. നീ മിണ്ടിപ്പോകരുത്. എനിക്ക് ഫ്രീ ആയിട്ട് ഇന്റലിജന്റ് ആണെന്നുള്ള ടൈറ്റിൽ ആവശ്യമില്ല. നിന്റെ മുന്നിൽ മാഡം കാനുങ്കയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ 2 വഴികൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആദ്യം രാത്രി മുഴുവൻ അവരെ തേടി കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ, സൂര്യൻ ഉദിച്ചതിന് ശേഷം ആരും കാണാതെ നീ സ്കൂളിലേക്ക് എൻട്രി ചെയ്ത് നോക്കൂ, എൻട്രി ചെയ്ത് നോക്കൂ, എൻട്രി ചെയ്ത് നോക്കൂ. ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി വളരെ സ്ട്രോങ് ആണെന്ന്. നമുക്കൊന്ന് നോക്കാം നീ അവിടെ എങ്ങനെയാണ് എൻട്രി ആവുന്നതെന്ന്. ബൈ ബൈ, സീ യു. നമുക്ക് നാളെ കാണാം. വെറുതെ സമയം കളയണ്ട. ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താ മതി. നിനക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. 2 പറഞ്ഞാൽ 2 മാത്രം. നീ രാത്രി മുഴുവൻ തേടി കണ്ടെത്ത്, അല്ലെങ്കിൽ സൺറൈസിന് ശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ സ്കൂളിനകത്ത് എൻട്രി ആയി കാണിക്കേ. ഓക്കെ? രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അങ്ങനെ പറ. ഒരു ഫൈറ്റർ എപ്പോഴും ഇങ്ങനെയാണ് പറയേണ്ടത്. ഈ ആവേശം എപ്പോഴും കാണണം. എനിക്ക് നിന്റെ സാഹസം എന്താണെന്നൊന്ന് കാണണം. ബൈ ബൈ. രുദ്ര, എന്തു പറ്റി? അവൻ ആരാണ്? നിങ്ങൾ മാഡം കാനുങ്കോയെ എവിടെ വെച്ചെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ അവരെ കണ്ടില്ല. പക്ഷെ ഒരു പ്രകാശം ഈ കാട്ടിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവനാണ് മാഡം കാനുങ്കോയെ എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരോടും ചോദിക്ക്. ആരെങ്കിലും അവരെ കണ്ട് അറിയിക്കാൻ പറയ്. ഞാനും അന്വേഷിക്കാം. ആരോടാ നീ? ഷാക്കാൽ എവിടെ പോയി? ഷാക്കാൽ എവിടെ പോയി? ആരവിടെ വന്നിരിക്കുന്നത്? എത്ര സുന്ദരമായ പെയിന്റിംഗ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ എന്റെ ഹിഡൻ ടാലന്റ്? എന്നെ ഒന്ന് പ്രശംസിക്കേ. പിശുക്കൻ, മണ്ടൻ. സോഹലിനെ കൊണ്ടതൊന്നും പറ്റില്ല. സോഹലിനെ കൊണ്ടതൊന്നും പറ്റില്ല. എങ്ങനെയാ പ്രശംസിക്കുന്നത്? നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, ഞാൻ നിനക്ക് ഉത്തരം പറയില്ല. ആദ്യം നീ ഒരു കാര്യം പറ. ശരിക്കും നീ ആരാ? ഞങ്ങളുടെ ഷാക്കാൽ എവിടെ? വേഗം പറ. ഞാൻ മാജിക് മഹാമാന്ത്രികൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. ഇതെല്ലാം എന്ത് കളിയാ ഷാക്കാൽ? ഇതെന്റെ പ്രതികാരത്തിനുള്ള തുടക്കം കുറിക്കലാണ്. സർ മജിസ്റ്റിക്കോയുടെ മുന്നിൽ വെച്ച് രുദ്രയും മാഡം കാനുങ്കോയും കൂടി എന്നെ ഒരുപാട് അപമാനിച്ചു. അതിനാണ് ഞാൻ പകരം വീട്ടാൻ പോകുന്നത്. അതിനാണ് ഞാൻ മാഡം കാനുങ്കോയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് രുദ്രയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്.
ചുംബടം ബും ബും. നീ ഇപ്പോ ഒറിജിനൽ രുദ്രയുടെ സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. രുദ്രയുടെ ലൈഫിലെ എല്ലാ ഇൻഫർമേഷനും ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് തരാൻ പോവുകയാണ്. ഓക്കെ ഷാക്കാൽ. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ട്രൈ ചെയ്താലേ പറ്റത്തുള്ളൂ. സ്കൂളിൽ ആരുടെ കണ്ണിലും പെടാതെ ഞാൻ എൻ്റർ ആവണം. പക്ഷെ അത് നീ എങ്ങനെ ചെയ്യും? നിന്റെ ഈഗിൾ മാൻ 4 വശത്തും പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിക്കൊള്ളാം. ഇബായസ്ക സിബായസ്ക ടണൽ ക്രിയേറ്റോ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്തുപറ്റി? അതിരാവിലെ എന്തിനാ വിളിച്ചു വരുത്തിയത്? രുദ്ര, മാഡം കാനുങ്കയെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ? ഒന്നും കിട്ടിയില്ല. ഇപ്പോഴാണ് ഒരു മെസ്സേജ് കിട്ടിയത്. ആരാണോ മാഡം കാണുങ്കോയെ കടത്തിക്കൊണ്ട് പോയത് അവരെന്നെ പോലെ ഒരു രുദ്രയെ സ്കൂളിലോട്ട് അയക്കാൻ പോവാണെന്ന്. അവരെന്നെ പിടിച്ചോണ്ട് പോകുകയും ചെയ്യും. ഡമ്മി രുദ്രയെ എനിക്ക് പകരം ഇവിടെ വിട്ടിച്ച് പോകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ ഒരു സ്ഥലം വിടാതെ എല്ലാ സ്ഥലവും മോണിറ്റർ ചെയ്യുന്നത്. നോക്കാം ഡമ്മി രുദ്ര എങ്ങനെയാണ് അകത്തേക്ക് കടന്നു വരുന്നതെന്ന്. അങ്ങനെ വന്നാൽ വന്നത് നമുക്ക് പിടികൂടാം. മേഡം, കാനുങ്കോനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇപ്പൊ രുദ്രന്റെ പുറകെ ഓടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം സാർ മെജസ്റ്റിക് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ സംഭവിക്കാന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എങ്ങനെയെങ്കിലും രുദ്രനെ സംരക്ഷിച്ചേ പറ്റൂ. ആ ഇടയ്ക്കുള്ള സ്ക്രീൻ സൂം ചെയ്തേ. ഓ നോ, അവനെ കാണാൻ ശരിക്കും എന്നെ പോലെ തന്നെയുണ്ട്. കണ്ടോ, രഹസ്യമായിട്ട് അവൻ വലിച്ചു കയറി വരുന്നത് കണ്ടില്ലേ? ഒരു ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കവനെ അതേ ഹാളിൽ തന്നെ തടവിലാക്കാം. എന്നിട്ട് നമുക്കവനെ സർ മജസ്റ്റിക്കോയെ ഏൽപ്പിച്ചേക്കാം. നീ എന്താ വിചാരിച്ചേ? രുദ്രനെ പോലെ വേഷമിട്ട് ഇവിടെ വന്നാൽ രുദ്രന്റെ സ്ഥാനം പിടിക്കാന്ന് നീ വിചാരിച്ചോ? പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല. നീ ആരാന്ന് ഞങ്ങൾക്കറിയാം. രുദ്രയെ പോലെ വേഷമിട്ടോണ്ട് ഞാൻ വരുമെന്നോ? ചേടാ, ഞാനാണ് രുദ്ര. അതെ അതെ, നീ രുദ്രയാ. അപ്പൊ ഇതാരാ? ഇവിടെ നോക്ക്, നീ ആരാണെങ്കിലും ശരി, നമ്മൾ തമ്മിൽ ഒരു വിരോധവും ഇല്ല. എനിക്കറിയാം, നീ ആ മിന്നല് പോലെ വെട്ടിത്തിളങ്ങുന്ന ആൾക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്. നീ ഇപ്പൊ ഒരു കാര്യം മാത്രം പറ, മാഡം കാനുങ്കോ എവിടെയാണ്? ഞങ്ങൾ നിന്നെ പോവാൻ അനുവദിച്ചോളാം. ഇത് 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 ഇതാരാണ്? ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് രുദ്ര. ഞാനാണ് ഒറിജിനൽ. എന്നെ ആരോ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ദയവ് ഇതെന്നെ വിശ്വസിക്ക്. ഇതിൽ എന്തോ ചതിയുണ്ട്. ബഹളമുണ്ടാക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനി നിനക്ക് എന്ത് പറയണമെങ്കിലും സർ മജസ്റ്റിക്കിനോട് പറഞ്ഞാൽ മതി. ഇനി നിനക്ക് മണ്ണിന്റെ അടിയിൽ കൂടിയും പോകാനാവില്ല. ഈ റൂമിന്റെ എതിർ കൂടി നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിന്റെ മാജിക് ഈ റൂമിൽ വർക്കാവില്ല. സർക്കുലേറ്റോ. ഇവർ രണ്ടുപേരെയും ഞാനൊരു വഴിയാക്കി കളഞ്ഞു. ഇനി അവരുടെ അവസ്ഥ മോശമായിരിക്കും. അവർ സ്വപ്നത്തെ പോലും വിചാരിച്ചു കാണത്തില്ല. മാജിക് പവർ ഓർത്ത് ധിക്കാരമുണ്ടല്ലേ? ഇപ്പൊ രക്ഷപ്പെട്ട് കാണിക്ക്. നിന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ താഴോട്ട് വീഴ്ത്തി കാണിക്കും. നിന്നെ ഞാൻ അപമാനിക്കും. നിനക്ക് ആരുടെ മുഖത്തിലും നോക്കാൻ കഴിയില്ല. ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനാണ് ശരിക്കുള്ള രുദ്ര. ഇതൊരു ചതിയാണ്. ഡോർ ബ്രേക്കോ, ഡോർ ഡിസ്ട്രോയോ, വോൾ ബ്രേക്കോ, വോൾ ബ്രേക്കോ, ടണൽ ക്രിയേറ്റോ. മൈര, വരുൺ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഡംബി രുദ്രയാണ്. ഞാനാണ് ഒറിജിനൽ. എന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കുടുക്കിയിരിക്കുന്നത്. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഇവിടെ നോക്ക്, ഞാൻ നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞതാ. മാഡം കാനുങ്കോയെ തിരിച്ചു കൊണ്ടുവന്നേക്ക്.
പിന്നെ ഞങ്ങൾ നിന്നെ വിട്ടയക്കാം. നമ്മൾ തമ്മിൽ ഒരു വിരോധവും ഇല്ല, അല്ലേ ഫ്രണ്ട്സ്? അതെ, നീ ആരായാലും ശരി മാഡം കാനുവിനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവാ. എന്നിട്ട് ഞങ്ങൾ നിന്നെ വിട്ടേക്കാം. അയ്യോ, ഞാൻ ശരിക്കുള്ള രുദ്രയാണ്. വേറെ ആരുടെയോ ജീവൻ ഇപ്പൊ അപകടത്തിലാണ്. പോയി ആരാണെന്ന് കണ്ടുപിടിക്കുക. Sir Majestico, please come. രുദ്ര, ഫോക്കസ് ആൻഡ് ബിലീവ്. അതാണ് നിന്റെ ശക്തി. അതിൽ തന്നെയാണ് നിന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഇരിക്കുന്നത്. സോ ഫോക്കസ് ആൻഡ് ഫോക്കസ്. ഇതൊരു പരീക്ഷണം തന്നെയാണ്. Shut up. എനിക്ക് ഫ്രീ ആയിട്ട് ഇന്റലിജന്റ് ആണെന്നുള്ള ടൈറ്റിൽ ആവശ്യമില്ല. മാഡം കാനൂൻകയെ തേടി കണ്ടെത്തുന്നത് വരെ നീ ഇന്റലിജന്റ് ആണെന്ന് ഞാനും സമ്മതിക്കില്ല. കുട്ടികളെ, എല്ലാവരും ഇവിടെ ഇരിക്കെ. സാർ മെജസ്റ്റിക് വരുന്നുണ്ട്. അവരെല്ലാരും നിങ്ങളെ കാണാനായി സ്പെഷ്യൽ ആയിട്ട് വരുന്നതാണ്. സിറ്റ് ഡൗൺ. ബഹളം ഉണ്ടാക്കരുത്. നീ ഈ ബൊക്കെ കൊണ്ടുപോയി സർ മജസ്റ്റിക്കയുടെ കയ്യിൽ കൊടുത്തേക്ക്. ഈ പൂക്കളുടെ മണം അദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് കയറി കഴിയുമ്പോ അദ്ദേഹം അബോധാവസ്ഥയിലായി പോകും. ആ സമയം നോക്കി ഞാൻ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വലിയൊരു പ്രകാശം അവിടെ ഉണ്ടാക്കിയിരിക്കും. ആരുടെ കണ്ണുകൾക്കും ഒന്നും കാണാൻ കഴിയില്ല. ആ സമയത്ത് ഞാൻ സർ മജസ്റ്റിക്കോയെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകും. അതിനുശേഷം പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നോട് പിന്നീട് പറയാം. എനിക്ക് മനസ്സിലായി. ഓക്കെ സർ മജസ്റ്റിക് എത്തേണ്ട സമയമായി കഴിഞ്ഞു. എല്ലാവരും നിശബ്ദത പാലിക്കുക. യെസ്, ഞാനും മാഡം കാനുഗോയും ചേർന്ന് ഷക്കാലിനെതിരെ കംപ്ലൈന്റ് ചെയ്തായിരുന്നു. സർ മെജസ്റ്റിക്കോ ശിക്ഷ തരുമെന്ന് വാക്ക് തരുകയും ചെയ്ത്. എന്ന് വെച്ചാൽ നമ്മൾ 3 പേരും ചേർന്ന് വേണം പകരം ചോദിക്കാൻ. എന്ന് വെച്ചാൽ ആ ലൈറ്റ് മാൻ ഷാക്കാള് തന്നെയാണ്, അല്ലെങ്കിൽ അവൻ ഷാക്കാളിന്റെ ആള്. പിന്നെ ബാക്കിയുള്ള 3ാമത്തെ ആള് അത് സർ മജസ്റ്റിക്കോ തന്നെയാണ്. അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് എത്തും. ഞാൻ എങ്ങനെയെങ്കിലും പുറത്ത് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ എങ്ങനെയാ പോകുന്നത്? എങ്ങനെ? രുദ്ര, നീ ഈ പൂച്ചണ്ട എവിടെന്നാ വാങ്ങിയത്? അത് പിന്നെ എനിക്ക് സെക്യൂരിറ്റി തന്നതാണ്. സർ മെജസ്റ്റിക്കോനെ വെൽക്കം ചെയ്യാനായിട്ട്. ആ, ഇവനെന്താ ഇത്ര ടെൻഷൻ ആയിരിക്കുന്നത്? രുദ്ര എപ്പോഴും വളരെ ശാന്തമായല്ലേ ഇരിക്കുന്നത്? സർ മജസ്റ്റിക് എത്തിക്കഴിഞ്ഞു. അഡ്വാൻസ് മാജിക് സ്കൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ മുഖം മൂടി കീറിക്കളയും. നിന്നെ ഞാൻ അപമാനിക്കും. നിന്നെ കൊണ്ട് ആർക്കും മുഖം കാണിക്കാൻ പറ്റത്തില്ല. യെസ്, സർ മെജസ്റ്റിക്കോ പറഞ്ഞത് അത് തന്നെയാണ്. എന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെയുണ്ട്. ഇപ്പോൾ രുദ്ര സർ മെജസ്റ്റിക്കോയെ സ്വാഗതം ചെയ്യും. രുദ്ര, ഞാൻ പൂച്ചണ്ട് കൊണ്ടുവരാൻ അല്പം താമസിച്ചു പോയി. അതിനിടയ്ക്ക് രുദ്രയ്ക്ക് ആരാ പൂച്ചണ്ട് കൊണ്ടുവന്ന് കൊടുത്തത്? ഇതിൽ എന്തോ പ്രശ്നമുണ്ട് മാം. അവൻ പറഞ്ഞത് നിങ്ങൾ കൊടുത്തുന്നാ. പിന്നെ അവൻ എന്തിനാ കള്ളം പറഞ്ഞത്? നിൽക്കൂ, അവൻ ഡമ്മി രുദ്രയാണ്.
ചേടാ, മിസ് സെക്യൂരിറ്റി ബോധം കെട്ട് വീണിരിക്കുക. ആ ബൊക്കയിൽ തീർച്ചയായും എന്തോ ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? താങ്ക്സ് മൈറ ഫോർ വാർണിംഗ്. സർ മജസ്റ്റിക്കോ, ഇവൻ ഡമ്മി രുദ്രയാണ്. ഇവനെ ഏതോ ലൈറ്റ് ബീം പോലെ കാണുന്നവനാണ് ഇങ്ങോട്ട് അയച്ചത്. അല്ല, ഞാൻ ഒറിജിനൽ ആണ്. ഇവനാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഇവനെ ഞാൻ തടവിലാക്കിയായിരുന്നു. പക്ഷെ എങ്ങനെയാ വെളിയിൽ വന്നെന്ന് അറിയത്തില്ല. ഇവൻ തന്നെ മാജിക്കും വെച്ച് മിസ് സെക്യൂരിറ്റീനെ അബോധാവസ്ഥയിലാക്കിയിരിക്കുക. ഞാനാണ് ഒറിജിനൽ. അല്ല, ഞാനാണ് ഒറിജിനൽ. നമ്മൾ ഈ ഡമ്മി രുദ്രയ്ക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തേക്കാം. അന്തർ മന്തർ കാലി കലന്തർ ഛൂ! കസേര ചെന്ന് ഡമ്മി രുദ്രയെ ഇടിക്കട്ടെ. ഓ നോ, ഇവനാണ് ഡമ്മി. ഞാൻ ഇവനെ ഒറിജിനൽ എന്ന് കരുതിയിരിക്കായിരുന്നു. ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ ആരെയും വെറുതെ വിടില്ല. ഇവൻ ഷാക്കാലാണല്ലോ. ഷാക്കാൽ, ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ശരിക്കും സംഭവിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പ്രൂവ് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. കണ്ടില്ലേ, അങ്ങ് നേരിട്ട് കണ്ടില്ലേ രുദ്ര എന്തുമാത്രം പവർഫുൾ ആണെന്ന്. അതുകൊണ്ട് അവൻ ദിവസവും എന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എവിടെയാണ്? ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും അവനെ ഒന്നും ചെയ്യാനാവില്ല. എന്നിട്ട് അവൻ എന്നെ കുറിച്ച് തുടർച്ചയായി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷക്ലീന, ജനി, ജോഡി, ഇനി മുതൽ നിങ്ങൾ എല്ലാവരും എന്നെ അങ്ങ് മറന്നേക്ക്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അമ്മേ, ഞാനിതാ വരുന്നു. ഞാൻ മാജിക് മഹാമാന്ത്രികൻ മിണ്ടാതെ എത്ര പെട്ടെന്ന് സ്ഥലം വിടാൻ പോവാണ്. രുദ്രയെ തോൽപ്പിക്കുമെന്ന് വെറുതെ സ്വപ്നം കണ്ടു നടന്നാൽ മാത്രം മതി. Watch India's largest kids library only on Jio Hotstar. Download the app now.